ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ റൂം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വയറിങ് കാര്യങ്ങൾ ഏതൊക്കെ പൊസിഷനിൽ ഏതൊക്കെ സ്വിച്ചുകൾ എന്നൊക്കെ വേണമെന്ന് നമ്മൾ ഫിനിഷിങ് ചെയ്തതിന് ശേഷമാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിപ്പോൾ ഓൾറെഡി വന്നിരിക്കുന്നത് നമ്മൾ റൂമിലേക്ക് കയറുന്ന സ്ഥലത്താണ് വന്ന് റൂമിലേക്ക് എൻട്രൻസിലേക്ക് കയറുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത് 2 2-വേ സ്വിച്ച്, ഒരു 8 മോഡുകളുടെ സ്വിച്ച് ബോർഡാണ് വെച്ചിരിക്കുന്നത്. അത് താഴെ നിന്നും ആ ബോക്സിൻ്റെ അടിവശം 130 സെൻറ്റിമീറ്ററാണ് വെച്ചിരിക്കുന്നത്. മെയിനായിട്ട് വരുന്നത് 2 2-വേ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ പ്ലഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. 2-വേ സ്വിച്ച് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റും ഒരു ഫാനാണ് വരുന്നത്. പിന്നെ അടുത്ത സെക്ഷനിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാത്റൂമിൻ്റെ ഇങ്ങേ സൈഡിലേക്ക് പോയി കഴിയുമ്പോൾ ബാത്റൂമിൻ്റെ എൻട്രൻസ് ആയിട്ടാണ് വരുന്നത്. ബാത്റൂമിൻ്റെ എൻട്രൻസ് ആയതുകൊണ്ട് ബാത്റൂമിൻ്റെ എൻട്രൻസിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു ഫുഡ് ലാമ്പ് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, നിങ്ങളെ കണ്ടോ. അതായത് ഈ റൂമിൻ്റെ അറ്റാച്ച് ചെയ്ത ബാത്റൂമാണ്. ആദ്യമേ തന്നെ ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട്. ഡ്രസ്സിങ് ഏരിയ കഴിഞ്ഞതിന് ശേഷമാണ് ബാത്റൂമിലേക്ക് എൻട്രൻസ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന സ്വിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സിങ് ഏരിയയിൽ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിങ് ഏരിയയിൽ സ്വിച്ച് ഇട്ടതിന് ശേഷം പിന്നെ അകത്തേക്ക് കയറിയിട്ടാണ് ബാത്റൂമിൻ്റെ സ്വിച്ച് വരുന്നത്. പിന്നെ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റൂമിൽ തന്നെ എക്സ്ട്രാ പ്ലഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്ട്രാ പ്ലഗ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് സിസ്റ്റം കാര്യങ്ങളൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 2 പ്ലഗ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവെർട്ടറിൽ കൊടുക്കാം. പിന്നെ അടുത്ത സെക്ഷനിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെഡിൻ്റെ പൊസിഷനാണ്. ബെഡിൻ്റെ പൊസിഷൻ ആദ്യമേ നമ്മൾ തീരുമാനിക്കണം 6 അടി കോട്ട് ചെയ്യുന്നതാണ് ബെറ്റർ. അതായത് 6 അടി വരുന്ന രീതിയിൽ ചെയ്യുന്നതാണ് ബെറ്റർ. 6 അടി കോട്ട് അതിൻ്റെ സെൻറ്ററിലിട്ട് 2 സൈഡിലായിട്ട് 65 സെൻറ്റിമീറ്ററാണ് ഫ്ലോറിൽ നിന്നും ആ സ്വിച്ച് ബോർഡിൻ്റെ അടിവശം നമ്മൾ കൊടുത്തിരിക്കുന്നത്, 65 സെൻറ്റിമീറ്റർ. അതിൻ്റെ 2 സൈഡിലുമായിട്ടാണ് 2 സ്വിച്ച് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 2-വേ സ്വിച്ച്, അതായത് ഫ്രണ്ടിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫാനും ലൈറ്റും 2-വേ സ്വിച്ച് 2 വരുന്നുണ്ട്. ഫുഡ് ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വരുന്ന സമയത്ത് AC-യുടെ സ്വിച്ച് വരുന്നുണ്ട്, മാസ്റ്റർ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു ഇൻ്റർനാഷണൽ പ്ലഗ് സോക്കറ്റ് വരുന്നുണ്ട്. നമുക്ക് ഏത് ടൈപ്പ് സ്വിച്ച് കുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻ്റർനാഷണൽ സോക്കറ്റ് വരുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാത്റൂമിലേക്ക് പോകുന്ന വഴി എൻട്രൻസ് ആണ് വരുന്നത്. എൻട്രൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻട്രൻസിൻ്റെ ലൈറ്റ്, അതായത് ഡ്രസ്സിങ് ഏരിയയിലെ ലൈറ്റ് നമ്മൾ പുറത്ത് കൊടുത്തു. അതിനുശേഷം അകത്തേക്ക് കയറി വന്നതിന് ശേഷമാണ് ബാത്റൂമിൻ്റെ അകത്ത് വരുന്നത്. ഇനി നമ്മൾ ഈ ഡ്രസ്സിങ് ഏരിയ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഡ്രസ്സിങ് ഏരിയയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡ്രസ്സിങ് ഏരിയ ഒരു കബോർഡ് വരുന്നുണ്ട്. ആ കബോർഡിന് താഴെയായിട്ടൊരു LED പാനൽ ലൈറ്റ്സ് വരുന്നുണ്ട്. ഈ പാനൽ ലൈറ്റ്സ് നമ്മൾ മിറർ ലാമ്പായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് മിററിലേക്ക് കിട്ടുന്ന രീതിയിലാണ് മിറർ ലാമ്പായിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ അടുത്ത സെക്ഷൻ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാത്റൂമിൻ്റെ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന സ്വിച്ച് ബോർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ 130 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ബാത്റൂമിൻ്റെ എൻട്രൻസിൽ സ്വിച്ച് വരുന്നുണ്ട്, മിറർ ലാമ്പ് വരുന്നുണ്ട്, പിന്നെ ഒരു സ്വിച്ച് പ്ലഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അടുത്ത സെക്ഷനിൽ വരുന്നുണ്ട് നമ്മൾ ബാത്റൂമിൻ്റെ അകത്തേക്കാണ് കയറുന്നത്. ബാത്റൂമിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് ബാത്റൂമിൻ്റെ ഡിസൈൻ ഒന്ന് നോക്കുക. എല്ലാം ഒരേ ലെയറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വാഷ് ബേസിൻ, പിന്നെ സെൻറ്ററിൽ നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയ, അങ്ങേറ്റത്തേക്ക് പോകുമ്പോൾ നമ്മുടെ കുളിക്കുന്ന ഏരിയ. ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നീറ്റായിരിക്കും. ബാത്റൂം എപ്പോഴും കാണാൻ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതുകൊണ്ട് വളരെ ഉപകാരങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് വാഷ് ബേസിൻ്റെ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. വാഷ് ബേസിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്നു. പിന്നെ എക്സോസ്റ്റ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് പോയിൻ്റ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. കമൻറ്റ് ചെയ്താൽ അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ നമുക്ക് സ്വിച്ച് ബോർഡുകൾ എങ്ങനെ, ഹൈറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ വേണം, ഡ്രസ്സിങ് ഏരിയ എങ്ങനെ വേണം, അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ രീതി എങ്ങനെയായിരിക്കണം, അങ്ങനെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ അടുത്ത വീഡിയോ നമുക്ക് അതുപോലെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.